വടക്കേക്കാട് ജ്വല്ലറി കവർച്ച സെക്യൂരിറ്റി അലാം ശബ്ദിച്ചില്ലായിരുന്നുവെങ്കിൽ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ മോഷണങ്ങളിൽ ഒന്നാകുമായിരുന്നു ഇത്. എന്നാൽ അപായ സൂചന ഉണ്ടായതോടെ പ്രതികളുടെ വൻ മോഷണ പദ്ധതി തകിടം മറിഞ്ഞു. നായരങ്ങാടിയിലെ ജ്വല്ലറി കവർച്ച സംബന്ധിച്ച് വൻ ആസൂത്രണമാണ് പ്രതികൾ നടത്തിയിരുന്നത്. ജ്വല്ലറി തുറക്കുന്നതിനും ലോക്കർ, ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർക്കുന്നതിനുമായി സിലിണ്ടർ അടക്കമുള്ളവ 2 ദിവസം മുമ്പേ തന്നെ സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ കൊണ്ടുവന്നിട്ടിരുന്നു. ജില്ലയ്ക്ക് പുറത്തുനിന്നാണ് ഗ്യാസ് കട്ടർ ശേഖരിച്ച് കേസിലെ 3ാം പ്രതിയും ഗുഡ്സ് ഓട്ടോ ഓടിക്കുന്ന ആളുമായ നൌഷാദ് ജ്വല്ലറിയുടെ സമീപത്തെ പറമ്പിൽ ഒളിപ്പിച്ചത്. പിന്നീട് ആർക്കും സംശയം തോന്നാതിരിക്കുന്നതിനായി സാധാരണ രീതിയിൽ ഇരുചക്ര വാഹനത്തിലാണ് പ്രതികൾ സംഭവ ദിവസം ഇവിടേക്കെത്തിയത്. നിരവധി കവർച്ചാ കേസുകളിൽ കുപ്രസിദ്ധിയാർജിച്ച ഓട്ടോ സുഹൈലാണ് ഈ കേസിലെ പ്രധാന പ്രതിയും ആസൂത്രകനും. ജില്ലയ്ക്കകത്തും പുറത്തുമായി 50ലധികം മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വീട്ടിൽ നിന്നും വൻ സ്വർണ്ണക്കവർച്ച നടത്തിയ സംഭവത്തിലെ പ്രതിയാണ് സുഹൈൽ. മോഷ്ടിച്ച് ലഭിച്ച പണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിക്കുന്നതാണ് ഇയാളുടെ ശൈലി. 3 മാസം മുമ്പ് ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കഴുമല്ലൂർ ക്ഷേത്രത്തിൽ ഓഫീസ് റൂമിനകത്ത് കയറി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ഇയാളെ പിടികൂടിയിരുന്നു. വടക്കേക്കാട് ജ്വല്ലറിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ചുമർ തുറന്ന ഭാഗം ഉൾപ്പെടുന്ന രീതിയിലുള്ള ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതു മനസ്സിലാക്കിയാണ് ഇവർ കവർച്ച ആസൂത്രണം നടത്തിയത്. നാട്ടുകാരുടെ ജാഗ്രതയും ഉടമസ്ഥന്റെ ഇടപെടലുമാണ് മോഷണം വിഫലമാക്കിയത്. തുടർന്ന് പഴുതടച്ച അന്വേഷണത്തിൽ ദിവസങ്ങൾക്കകം പ്രതികളെ പിടികൂടാനായത് പോലീസിനും അഭിമാന നേട്ടമായി.